ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ചക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള ശ്ലോകമാണ് 9.30. അത് ബൈഹാർട്ടാണോ പ്രഭു? അത് ബൈഹാർട്ട് ചെയ്യാണ്. വായിച്ച് കേട്ടിട്ടില്ല, കേട്ടതും പഠിക്കണില്ല, എന്നാലും പറയാണ് കേൾക്കാത്ത പോലെ തോന്നുന്നത്. 9.30 अपि चेत्सु दुराचारो भजन्ते माम अनन्यभाक् साधुरेव समन्तव्य सम्यग् व्यवसितो हि साम्। अपि चेत्सु दुराचारो भजन्ते माम अनन्यभाक् साधुरेव समन्तव्य सम्यग् व्यवसितो हि साम्. ഓക്കെ, പറയൂ മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. അഭിചേത്സു ദുരാചാരോ ഭജത്തെ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാം. ഹരേ കൃഷ്ണ. ശ്യാമളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭിചേത്സു ദുരാചാരോ ഭജത്തെ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാ. സ്മിത മാതാജി. നമോ ഭഗവതി വാസുദേവായ. അഭിചേത്സു ദുരാചാരോ ഭജന്തെ മമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സാ. ഹരേ കൃഷ്ണ. പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഭിചേതസുദുരാചാരോ ഭജന്തെ മമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമക് വ്യവസ്ഥിതോ ഹിതം സഹ. ഹരേ കൃഷ്ണ. എന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഹരേ കൃഷ്ണ. അവിടെ പറയുന്നത്, even if one commits the most abominable actions, if he is engaged in devotional service, he is to be considered saintly because he is properly situated. ഇപ്പൊ എന്താണ് പറയുക, കൃഷ്ണാവബോധത്തില് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് അവരുടെ പൂർവകർമ്മത്തിന്റെ ആ കുറച്ച് ഇൻഫ്ലുവൻസ് കാരണം ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ചേക്കാം. അപ്പി ദുരാചാരോ, ദുരാചാരം എന്ന് പറയുന്നത് സുദുരാചാരോ, കമ്മിറ്റിംഗ് ദ മോസ്റ്റ് അബോമിനബിൾ ആക്ഷൻസ്. എന്നാലും അവര് എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എൻഗേജ് ഇൻ ഡിവോഴ്സ് സർവീസ് മാം അൺ ടു മീ ആൻഡ് വിത്തൗട്ട് ഡീവിയേഷൻ, അത് ചെയ്തു. കാരണം നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ
ഈ ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചില അനർത്ഥങ്ങൾ, ചില കൽമശങ്ങൾ ഉണ്ടായിരിക്കും, ചില തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിലും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, സാധന കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവരെ ഒരിക്കലും താഴ്ന്ന നിലയിൽ കാണാൻ പാടില്ല എന്നാണ്. അവരെ സാധുജനങ്ങളായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത്. എന്താ കാരണം അങ്ങനെ പറയാൻ? എന്താണ് അത് പറയാൻ കാരണം? നമ്മള് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതോടുകൂടി നമ്മൾ ചില പാപകർമ്മങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. എങ്കിലും കൂടി ഇത് വളരെ വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി എന്നെ ഭജിക്കുന്നവരെ അവരെ ആ ഒരു തരത്തിൽ കാണാൻ പാടില്ല, പാപികളായിട്ട് കാണാൻ പാടില്ല, നേരെ മറിച്ച് സാധുജനങ്ങളായിട്ട് കാണണം എന്നാണ് പറയുന്നത്. എന്താണ് ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം? ഭഗവാന്റെ കൃപ. അത് ഒരു ഒരു ഇതാണ് കൂടിയിട്ട് നമുക്ക് അതൊരു ചെറിയ ലൈസൻസും കൂടി കിട്ടില്ല. ഇതിപ്പോ മറ്റേ മതസ്ഥരെ പോലെ ആവില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ മതസ്ഥര് ഇപ്പൊ കുർബാന ചെയ്യുക, പിന്നെ വീണ്ടും പാപപ്രവൃത്തിയിൽ ചെയ്യുക, വീണ്ടും വന്നിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുമോ ഈ ഒരു ശ്ലോകം? അല്ല. ഒന്നുകൂടി വായിക്കാം, മലയാളം ഒന്നുകൂടി വായിക്കും. അത്യന്തം ഹീനമായ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ സാധന യാതൊരു മുടക്കവും കൂടാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. പക്ഷെ നമ്മുടെ പൂർവ്വജന്മത്തിന്റെ ആ റിയാക്ഷൻസ് ചില സമയത്ത് നമ്മളെ വല്ലാണ്ട് പിടിച്ചു വലിക്കും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ചില പാപകർമ്മങ്ങളിൽ ഏർപ്പെടും. തെറ്റാണെന്ന് അറിയാം, എങ്കിലും കൂടി ആ മായയുടെ ഇൻഫ്ലുവൻസ് കാരണം ചിലപ്പോൾ ചെയ്തു പോകുന്നു, ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ ഇവിടെ വളരെ മുറയ്ക്ക് നല്ല ഭക്തനായിട്ട് അവരതും ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ കൂടി അവരെ ഒരു പാപികളായിട്ട് കാണാൻ പാടില്ല, അവരെ സാധുജനങ്ങളെ. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് തീർച്ചയായിട്ടും ഇത് മാറിപ്പോവും. അതായത് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അവരെ പിന്നിലോട്ട് പോവും. ഭഗവാന്റെ കൃപ നമ്മൾ ചാൻഡ് ചെയ്യുന്നതോടുകൂടി, മറ്റ് ഉപാസനകൾ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ശുദ്ധീകരണം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, നമ്മൾ ഫാൻ ഓഫ് ചെയ്താൽ ഉടനെ നിൽക്കും അത്. ഒരു ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ ഉടനെ നിൽക്കില്ല അല്ലെ? അത് കുറച്ച് സമയം എടുക്കും, പതുക്കെ കറങ്ങി പതുക്കെ അത് അതിന്റെ സ്പീഡ് കുറഞ്ഞ് നിൽക്കും കുറച്ച്. അതേപോലെ നമ്മള് ഈ ഡിവോഷണൽ ആക്ടിവിറ്റീസ് തുടങ്ങിയ ഉടനെ നമ്മുടെ എല്ലാ കൽമശങ്ങളും അനർത്ഥങ്ങളും മാറില്ല, നമ്മുടെ പാപകർമ്മങ്ങൾ മാറില്ല, സമയമെടുക്കും. അത് പ്യൂരിഫിക്കേഷൻ എങ്ങനെ നടക്കുന്നു അതനുസരിച്ച് അത് കുറഞ്ഞു വരും. പക്ഷേ ഞാൻ പാപകർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ഭക്തി വിടുക എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇത് ഞാൻ ഫാനിന്റെ ആ ഉദാഹരണം പറഞ്ഞ പോലെ ഇതിങ്ങനെ പതുക്കെ നിൽക്കുള്ളൂ. നമ്മുടെ പാപകർമ്മങ്ങള് നമ്മളുടെ ശുദ്ധീകരണത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ സാധന ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർ നല്ല മാർഗത്തിലാണ്, അതുകൊണ്ട് ഒരിക്കലും അവരെ പാപികളായിട്ട് കാണാൻ പാടില്ല, അവരെ സാധു. കാരണം അവര് നല്ല പോലെ ശ്രദ്ധയുണ്ട്, ഇത് സാധന വളരെ നന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. പക്ഷെ ആ പഴയ ജന്മത്തിലെ പാപകർമ്മത്തിന്റെ റിയാക്ഷൻസും അതിന്റെ ഇംപ്രഷൻസിനും അതിന്റെ ഇൻഫ്ലുവൻസ് കാരണം അത് മുഴുവനും നിന്നിട്ടില്ല, നിൽക്കും, കാലക്രമേണ നിൽക്കും. ക്ലിയർ ആയോ? സറണ്ടർ ആവാത്ത ആൾക്കാരാവും അല്ലെ? ഫുള്ളായിട്ട് സറണ്ടർ ആയിട്ട് ആൾക്കാർക്ക് അവർക്കും വരും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫാൻ എപ്പോഴും കുറച്ച് ആ ഒരു ഫോഴ്സ് ഉണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് സമയം എടുക്കും. കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് അവർ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടായിരിക്കാം, എങ്കിലും അവർക്ക് നാമത്തിനോടും നാമിയോടും ഭഗവാനോടും ഭഗവാന്റെ നാമത്തിനോടും ദൃഢവിശ്വാസമുണ്ട്, ശ്രദ്ധയുണ്ട്, അത് മുടങ്ങാതെ ചെയ്തു വരുന്നു. അവരെ നമ്മൾ അവഗണിക്കാൻ പാടില്ല, പാപികളായിട്ട് തള്ളാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഉദാഹരണത്തിന് ഞാൻ
നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. അദ്ദേഹത്തിന്റെ മഠത്തില്, ആശ്രമത്തില് ഒരു നല്ലൊരു ഡിവോട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ടെമ്പിൾ കൺസ്ട്രക്ഷന് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് സേവനം അനുഷ്ഠിച്ചു വന്നു. പക്ഷെ കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ പഴയ ഇൻഫ്ലുവൻസ്, പഴയ ആ പാപകർമ്മത്തിന്റെ ഇത് അനുസരിച്ച് എന്തോ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തപ്പോൾ മറ്റുള്ള ഡിവോട്ടീസ് എല്ലാം വളരെ വളരെ ആക്രോശിച്ചു, ദേഷ്യപ്പെട്ടു. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിൽക്കാൻ അർഹനല്ല, നിങ്ങൾ ഇവിടെ ചേർന്നിട്ട് ഈ മഠത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാണോ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അവിടുന്ന് ഓടിച്ചു. അതിന് ഭയങ്കര ഇങ്ങനത്തെ സമയത്ത് നമ്മളെ അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുക വേണ്ടത്. പർപ്പസിലല്ല ചെയ്യുന്നത്, അറിയാണ്ട് ആ ഒരു ഹാബിറ്റ്സിലെ ശീലം. ഫോർ എക്സാമ്പിൾ, സിഗരറ്റ് വലിയാണ്, നിർത്തി, അദ്ദേഹം കംപ്ലീറ്റ് നിർത്തി. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അത് ഒന്നും വലിക്കാൻ തോന്നി. ആ സമയത്ത് മറ്റേ ഡിവോട്ടീസ് വന്ന് കാണുകയാണ്. അപ്പം നമ്മുടെ അങ്ങനെ അവരെ ആക്ഷേപിച്ചിട്ട് അവിടുന്ന് പുറത്തു തരുകയാണെങ്കിൽ നമ്മളാണ് കുറ്റക്കാര്, അവരല്ല. അവരെ എന്താണ് സംഗതി, ഒന്നും കൂടിയും അവരെ കൗൺസിൽ ചെയ്യുക, അവരെ സാന്ത്വനിപ്പിക്കുക, അവരെ കൂട്ടിച്ചേർത്ത് നമ്മളുടെ ഇതിലേക്ക് വീണ്ടും കൊണ്ടുവരാനില്ല. ഇവരെന്ത് ചെയ്തു, ഈ മറ്റുള്ള ഭക്തന്മാരെ പാപം ചെയ്തു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഓടിച്ചു. പിന്നെ ടെമ്പിൾ ഇനോഗ്രേഷൻ സമയത്ത് മഹാരാജ് ചോദിച്ചു, ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, എവിടെയാണ് ഡിവോട്ടി? എപ്പോഴും സേവ ചെയ്യാൻ, ഏത് സേവയ്ക്കും സന്നദ്ധനായിട്ടുള്ള ആ ഡിവോട്ടി എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. ഓക്കെ, അപ്പോഴാണ് പറയുന്നത്, ടു മേക്ക് വൺ ഡിവോട്ടി വി ഹാവ് ടു ഷെഡ് ഗാലൻസ് ഓഫ് ബ്ലഡ്. ഒരു ഭക്തനുണ്ടാക്കാൻ ഗാലൻ കണക്കിന് രക്തം ചൊരിയണം നമ്മൾ, എന്നാൽ മാത്രമേ ഒരു ഭക്തൻ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു ഭക്തൻ ഒരു ചെറിയ മിസ്റ്റേക്ക്, ചെറിയൊരു തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് നിങ്ങളെ അവരെ ഓടിച്ചില്ലേ? കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കല്ലേ വേണ്ട, അല്ലാണ്ട് എന്നോട് പറയായിരുന്നില്ലേ? അദ്ദേഹം വരാതെ ഞാൻ ഈ ടെമ്പിൾ ഇനോഗ്രേറ്റ് ചെയ്യില്ല. എന്നിട്ട് എവിടേക്ക് അന്വേഷിച്ചപ്പോൾ ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിൽ ചെരുപ്പ് തുന്നാൻ സഹായിക്കുന്ന ജോലി ചെയ്യാൻ, അതോ വാച്ച് റിപ്പയർ അറിയില്ല, ഏതോ ഒരു കടയിൽ വാച്ച് റിപ്പയറാണ്, വാച്ച് റിപ്പയറാണ്, വാച്ച് റിപ്പയറും പണി അറിയാൻ അദ്ദേഹത്തിന്. എന്നിട്ട് അവസാനം ഇവർ ഡിവോട്ടി ചെന്ന് ക്ഷമയാചിച്ചു, ചോദിച്ചു. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ നെഗ്ലക്ട് ചെയ്തു, ആരും എനിക്ക് പ്രൊട്ടക്ഷൻ തരാനില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ ജീവിക്കുകയായിരുന്നു. എന്നിട്ട് വിളിച്ചു വന്നപ്പോൾ മഹാരാജനോട് ക്ഷമയാചിച്ചു, അദ്ദേഹത്തിനെ അവിടെ എടുത്തു, അത് നല്ലൊരു ഡിവോട്ടിയായി. അപ്പോൾ അങ്ങനെ ആ ക്ഷമ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഡിവോട്ടി അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ആ പഴയ വാസന ഇപ്പോഴും കംപ്ലീറ്റ് മാറിയിട്ടില്ല, ശുദ്ധീകരണം കംപ്ലീറ്റ് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായത്. പക്ഷെ അത് ക്ഷമിച്ച് ഭക്തന്മാരും മഹാരാജും അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അങ്ങനത്തെ അങ്ങനെ ഡിവോട്ടീസ് പൂർണ്ണമായിട്ടും ശുദ്ധീകരണം ആയിട്ടില്ല, അവർ ആ പ്രോസസ്സിലാണ്. അപ്പോൾ ചില നമ്മൾ കംപ്ലീറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഭക്തിതീർത്ഥ സ്വാമി മഹാരാജിനോടും അതാണ് പ്രഭുപാദ പറഞ്ഞത്. ഭക്തിതീർത്ഥ സ്വാമി മഹാരാജ് ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബ്ലാക്കാണ്, ആ കമ്മ്യൂണിറ്റി ബ്ലാക്ക് കമ്മ്യൂണിറ്റിയാണ്, ആഫ്രിക്കൻ ഒറിജിനാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ ആൾക്കാരും എല്ലാം ഫെയർ സ്കിന്നാണ്, വൈറ്റ് ബോഡിയാണ്. അപ്പോൾ അന്ന് ഇവരെല്ലാം പുതുതായിട്ട് ആൾക്കാർ, 5 മാസം 6 മാസം 1 കൊല്ലം ഇത്ര പഴക്കമുള്ളൂ. അപ്പോൾ ഇവർ ഒരു ചെറിയൊരു തരത്തിലൊരു അവഗണന എന്നുവെച്ചാൽ ബ്ലാക്ക് എന്നുള്ളതിൽ മറ്റുള്ളവർ. അപ്പോൾ ഭക്തിതീർത്ഥ സ്വാമി അന്ന് ഘൻശ്യാം ദാസ് പ്രഭുപാദർ പറഞ്ഞു, നിങ്ങളുടെ സ്വാമിജിയുടെ ഈ ഇതില് എല്ലാവരും ശരിയല്ല, കാരണം പല ആൾക്കാരും ശരിയല്ല, അവര് എന്നെ കറുത്ത വർഗം എന്നുള്ള നിലയ്ക്ക് അവഗണിക്കുന്നുണ്ട്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞൊരു കാര്യം, അതായത് എല്ലാവരും, ഇതൊരു ഹോസ്പിറ്റലാണ്, ഈ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള രോഗികളും വരുന്നുണ്ട്. പനിയും ജലദോഷമായിട്ടുള്ള രോഗി വരുന്നുണ്ട്, അതിൽ കുറച്ച് കൂടുതൽ അസുഖമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ടെർമിനൽ ഇൽനെസ് ആയിട്ടുള്ള അതായത് ഹാർട്ടിന് പ്രോബ്ലം, ലിവറിന് പ്രോബ്ലം, കിഡ്നിക്ക് പ്രോബ്ലം, മെന്റൽ പ്രോബ്ലം, അങ്ങനെ പല ആൾക്കാരുണ്ട്, പല ലെവലിലുള്ള രോഗികളാണ്. അപ്പോൾ എല്ലാവരും, ആരും പൂർണ്ണമായിട്ടും രോഗം മാറിയ അവസ്ഥയിൽ എത്തിയിട്ടില്ല, എല്ലാവരും ചികിത്സയിലാണ്.
നീയൊരു രോഗിയാണ്, അവനും രോഗിയാണ്, അവരും മറ്റൊരു രോഗിയാണ്, ഒക്കെ ഡിഫറെന്റ് ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് ആരും പൂർണ്ണമായിട്ട് ശരീരസുഖം പ്രാപിക്കാത്തത് കൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മളുടെ മാനസിക രോഗമാണ്, അതായത് ഭഗവാനെ ഉപാസിക്കാതെ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ മാനസിക രോഗമാണ്. അപ്പോൾ ഇതെല്ലാവരും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കുക, പൊറുക്കുക, സാക്രിഫൈസ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക. ഒരു ദിവസം എല്ലാവരും പ്യുവറാവും. അപ്പൊ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണില്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഭക്തി അന്നത്തെ ഘൻശ്യാം ദാസ് മനസ്സിലായി എല്ലാവരും ഈ സ്പിരിച്വൽ ഹോസ്പിറ്റലിലെ മനോരോഗികളാണ്. ഈ രോഗം മാറിയാൽ എല്ലാവരും ഒരേപോലെ സമമായിട്ട് കാണും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ എത്ര നല്ല രീതിയിലാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർക്ക് ഒരു ആസ്പിരിൻ മതി, ചില ആൾക്കാർക്ക് ഒരു പെനഡോൾ മതി, ചില ആൾക്കാർക്ക് സർജറി വേണം, ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക വേറെ വല്ല വലിയ ട്രീറ്റ്മെന്റ് വേണം. അത് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയമെടുക്കും. സോ യു ഷുഡ് ഹാവ് പേഷ്യൻസ്. സോ ഡോണ്ട് എക്സ്പെക്ട് എല്ലാവരും ശുദ്ധ ഭക്തന്മാരെ എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇത്ര നല്ലൊരു ഉപദേശം കൊടുത്തല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പ്രഭുപാദരെ കാര്യം കഴിയുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയോ സംഭവിച്ചാലും അവർ മറക്കുക, അതിനെ ക്ഷമിക്കുക. അതാണ് നമ്മൾ വേണ്ടത്. മാക്സിമം നമ്മൾ അവരെ അതൊന്നും കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആരും പർപ്പസിലി, ഇത് മനസ്സിലാക്കിയ ആൾക്കാരും ആരും പർപ്പസിലി, ആ മായയുടെ പുള്ള് അത്രയും സ്ട്രോങ് ആണ്, ചില സമയത്ത് അകപ്പെട്ടു പോകും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് പർപ്പസിലി ഇതൊരു ബിസിനസ് ആക്കി തീർക്കുന്ന ആൾക്കാരെ നമ്മൾ വാണിംഗ് ചെയ്തിട്ട് അവർ നന്നാവുകയാണെങ്കിൽ കൊണ്ടുവരണം. അല്ലാത്ത പക്ഷേ വേറൊരു ഉദാഹരണം പറയാം. പ്രഭുപാദ ഈ ഇസ്കോണിന്റെ പേരിൽ പൈസ കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ നല്ല ടെമ്പിൾ കൺസ്ട്രക്ഷനും പല കാര്യത്തിലും ഒഫീഷ്യലി ഫണ്ട് കളക്ടേഴ്സ് ഉണ്ട് ഇസ്കോണിന്റെ. ഒരു മിനിറ്റ് കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി, ശശിപ്രഭുവിനെക്കിട്ട് സംസാരിച്ചോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോ എന്താ ഞാൻ പറഞ്ഞത്? ഇസ്കോണിലെ പൈസ കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫണ്ട് റേസിംഗ് ഉണ്ട് ടെമ്പിൾ പ്രൊജക്റ്റിൽ ഒരുപാട് പേർ. അപ്പൊ ഇതിലെ ഒരാള് വന്നിട്ട് എന്ത് ചെയ്തു, ചേർന്നു, ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റ് ബുക്കൊക്കെ ഉണ്ടാക്കി അതേപോലെ. എന്നിട്ട് പൈസ കളക്ട് ചെയ്യാൻ പോയി എല്ലാ ദിക്കിലും. ഡിസ്കൗണ്ട് കൊടുക്കില്ല, അയാളുടെ പോക്കറ്റിലിടും. ജയ്പൂരിൽ അവിടെ സംഭവിച്ചാണ്. അപ്പോൾ ഇത് ഡിവോട്ടീസ് മനസ്സിലായി, ഇദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ഇസ്കോണിന്റെ പേരിൽ ഫണ്ട് കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, പൈസ ഒന്നും കൊടുന്നു തരുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ പ്രഭുപാദ ചെന്ന് പറഞ്ഞു. പ്രഭുപാദ അദ്ദേഹത്തിന് വിളിച്ചു. അപ്പോൾ അയാൾ സുഹൃത്തിന് സമ്മതിച്ചു, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് മാപ്പാക്കണം സ്വാമിജി, എന്നെ വിടണം. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു അവസരം കൂടി തരാം നന്നാവാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ പോലീസിൽ പിടിച്ചു കൊടുക്കും. പ്രഭുപാദ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്യില്ല. വീണ്ടും അദ്ദേഹത്തിനെ കൂട്ടി. അപ്പോൾ ഡിവോട്ടീസ് പറഞ്ഞു, ഇദ്ദേഹത്തിനെ കൂട്ടണ്ട, കാരണം വെച്ചാൽ അത്ര നല്ല സ്വഭാവമുള്ള ആളല്ല, ഒരു അവസരം കൊടുക്കാം. അപ്പം വീണ്ടും അങ്ങനെ തുടങ്ങി അയാൾ സേവയ്ക്ക് വരാൻ തുടങ്ങി. വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോൾ പ്രഭുപാദ എന്ത് ചെയ്തു, പോലീസിനെ വന്ന് അദ്ദേഹത്തിനെ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ അവസരം കൊടുക്കണം. ഇതൊരു ബിസിനസ് ആക്കി മാറ്റി, ഇത് നമ്മളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ ഓരോ കേസ് ബൈ കേസ് എന്ന് മനസ്സിലാക്കണം. അതേപോലെ വേറെ ഒരു ഹരിദാസ് പ്രഭു, ഇസ്കോൺ ടിവിയുടെ ഒക്കെ ഡയറക്ടറായിരുന്നു, ഇപ്പോഴും ആണ് തോന്നുന്നു. അദ്ദേഹം ആക്ച്വലി പിക്ക് പോക്കറ്റ് ആയിരുന്നു. അയാളുടെ ജോലി എന്താണ്? പിക്ക് പോക്കറ്റ് ട്രെയിനിൽ. അങ്ങനെ ഒരു ദിവസം പ്രഭുപാദരുടെ കയ്യിലെ റോളക്സ് വാച്ച് മോഷ്ടിക്കണം എന്നുള്ളതിൽ ബോംബെയിൽ വന്നപ്പോൾ പ്രഭുപാദ വഴിയിൽ ഹൈദരാബാദിലേക്ക് പോയി. ഹൈദരാബാദിൽ പോയിട്ട് ഇതായിരുന്നു മനസ്സിൽ, എങ്ങനെയെങ്കിലും ഒന്ന് ഫ്ലിക്ക് ചെയ്യണം. റോളക്സ് വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ആരോ ഡിവോട്ടി കൊടുത്താണ്.
പ്രഭുപാദ കുറച്ച് ദിവസം വിടും, എന്നിട്ട് അത് കൊടുക്കും എല്ലാവർക്കും ഗിഫ്റ്റായിട്ട്. പ്രഭുപാദയ്ക്ക് അതിനോട് യാതൊരു ഇതുമില്ല. പ്രഭുപാദയ്ക്ക് ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ അവരെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം വിടും. എന്നിട്ട് ഈ വാച്ച് എങ്ങനെയെങ്കിലും ഫ്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എവിടെയെങ്കിലും വഴിച്ചു വയ്ക്കുമല്ലോ, അപ്പോൾ എടുത്തിട്ട് പോകാന്നുള്ളതിലാണ്. പക്ഷെ ക്ലാസ് കേട്ടു, അത് പ്രഭുപാദ പ്രഭാഷണമായിരുന്നു. അന്ന് ക്ലാസ് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പരിവർത്തനം വന്നു. പിന്നെ ചെന്ന് പറഞ്ഞു സ്വാമിജിയോട്, ഞാൻ ഈ ഉദ്ദേശത്തോടെ വന്നാണ്, പക്ഷേ എൻ്റെ മനം മാറി, ഞാൻ അതിന് ചെയ്യുന്നില്ല, എനിക്കിവിടെ ആശ്രമത്തിൽ ഇത് തരണം, ശരണം തരണം പറഞ്ഞപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ മറ്റുള്ള ഡിവോട്ടീസ് പ്രഭുപാദയെ വിലക്കി. പ്രഭുപാദ ഇദ്ദേഹം പിക്ക് പോക്കറ്റാണ്, ഇദ്ദേഹം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും കൂട്ടരുത്, അല്ല നമുക്ക് ചാൻസ് കൊടുക്കാം, നോക്കാം, നമ്മൾ അദ്ദേഹത്തിനെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ട് അപ്പം എല്ലാ സേവയും ചെയ്യാൻ തുടങ്ങി, ഓരോ കാര്യത്തിനും എല്ലാത്തിനും തന്നെ. പിന്നെ അങ്ങനെ ഇതാക്കിയിട്ട് അദ്ദേഹം നല്ലൊരു ഭക്തനായി മാറി. അപ്പോൾ ചാൻസ് കൊടുത്തു അവിടെ. സ്ട്രേറ്റ് അവേ യു ആർ ഔട്ട്, നമുക്ക് വേണ്ട, യോഗ്യതയില്ല, ആർക്ക്, നമ്മൾക്കൊന്നും യോഗ്യതയില്ല ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷെ മറ്റുള്ള ഭക്തന്മാരെ നമ്മുടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ നല്ല രീതിയിൽ കെയർ എടുത്തു കൊണ്ടിരുന്നതാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ശ്ലോകത്തിന്റെ ഒരു പ്രാധാന്യം. അങ്ങനെ അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ കർമ്മത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ വാസന കൊണ്ടോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും. പക്ഷെ ഇതൊരു നമ്മളൊരു ബിസിനസ് ആക്കി മാറ്റിയാൽ പിന്നെ നമ്മൾ അത് മാറ്റിയെടുക്കണം. അതിന് ക്ഷമിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ അതിനനുസരിച്ചിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കണം. നമ്മൾ എല്ലാവരും അത് ചെയ്യുന്നല്ല പറയണേ, അങ്ങനെ വല്ല സംഭവിച്ചാലും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുന്നത് അവരെ എന്തെങ്കിലും റെസ്പോൺസിബിൾ പൊസിഷൻ ആണെങ്കിൽ അതൊന്ന് മാറ്റി നിർത്തുക, എന്നിട്ട് അവരെ വീക്ഷിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, ഒരു 6 മാസം 1 വർഷമൊക്കെ. പിന്നെ അവർ തെറ്റും ചെയ്യുന്നില്ല, അതൊന്നും ആവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുക. പിന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നാൽ തിരിച്ച് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ആ പൊസിഷനിൽ. അല്ല ഇത് നേരാവുന്ന ഇതല്ലെങ്കിൽ അവരെ ആ ഇതിന്ന് എക്സ്പെൽ ചെയ്യും. ഇതാണ് അവർ ഇത്. ഓക്കെ, മംഗളമാദേവി എന്താ? പിന്നെ ഈ ഹരിദാസ് പ്രഭു പറഞ്ഞ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്ട് കാണില്ലേ, അതിലിങ്ങനെ കണ്ട് ഈ രാധാസ്വാമിരാജിനെ അദ്ദേഹം വീഡിയോ ഇതൊക്കെ ഈ സ്റ്റാർ ടിവിയിലെ ഒരു ഭഗവത്ഗീത ഒരു ഇതൊക്കെ ആയിരുന്നു, അതിന്റെ ഒക്കെ ഡയറക്ടറാണ്, എന്തൊക്കെ ഇതിലാണ്. അപ്പോ അങ്ങനെ ഇപ്പൊ എവിടുന്ന് എവിടെ എത്തി, അത്രയോ അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. അതാണ് ഇതിന്റെ ഇത്. ഓക്കെ, മോട്ടിവേഷനുള്ള നല്ലൊരു ഉദാഹരണം അല്ലേ? അതായത് ബാക്കിയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഉദാഹരണമാണ് പറയും. ഒരുപാട് അങ്ങനെ ഒരുപാട് അങ്ങനെ ഡിവോട്ടീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടും ഒരുപാട് ഇങ്ങനത്തെ ലോ ലെവലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവരൊക്കെ നല്ല നല്ല ഡിവോട്ടി ആയിട്ട് എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ പ്രഭുപാദ് പോയ സമയത്ത് ഹിപ്പികളായിരുന്നു, അവരെല്ലാം പാപകർമ്മങ്ങളിലും മുഴുകിയിരിക്കുന്ന ആൾക്കാരായിരുന്നു. അവരെ പ്രഭുപാദ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവന്നില്ലേ, ആചാര്യന്മാരാക്കിയില്ലേ. ഇവരൊന്നും ഒന്നിനും കൊള്ളില്ല, ഇവരെ ഞാൻ എങ്ങനെ എടുക്കുക? പ്രഭുപാദ അന്ന് ആലോചിച്ചില്ല അങ്ങനെയൊന്നും. അങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള, ഏറ്റവും എല്ലാ നിയമങ്ങളും ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എല്ലാ നിയമങ്ങളും, ഈ 4 നിയമങ്ങളും പാലിക്കാത്ത ആൾക്കാരായിരുന്നു. അവരെയാണ് ആചാര്യന്മാരുടെ ലെവലിലേക്ക് ആക്കിയത്. ആലോചിച്ചു പോകും. അത് പ്രഭുപാദ പ്യൂരിറ്റി. ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ ഇന്നത്തെ ശ്ലോകം 3:32 ആണോ? 42 അല്ലേ പ്രഭുജി? 42 ആണോ? അല്ലേ പ്രഭു? 42 തന്നെയാണ് പ്രഭുജി. 41 കഴിഞ്ഞല്ലോ. 42 ഹരേ കൃഷ്ണ. സോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 3 42ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരദസ്തു സാം. ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യ പരം മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരദസ്തു സാം. ഹരേ കൃഷ്ണ. ബൈ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രിയാണി പരണ്യാഹോരിന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേ പരതസ്തു സ. ഹരേ കൃഷ്ണ. ഓക്കെ, മംഗള മാതാജി. പ്രദീപ് പ്രഭു ആരാണെങ്കിലും. ഹരേ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ദ്രിയാണി പരാണ്യാഹോരിന്ദ്രിയോഭ്യോ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധോ പരസ്തു സ. ഹരേ കൃഷ്ണ. ഓക്കെ, മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ദ്രിയാണി പരണ്യഃ ഇന്ദ്രിയാണി പരാണ്യാഹോരിന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേ പരതസ്തു സ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേ പരതസ്തു സ. അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഹരേ കൃഷ്ണ. വെരിപ്പോൾ. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? വർക്കിംഗ് സെൻസസ് ആർ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. മൈൻഡ് ഈസ് ഹയർ ദാൻ ദ സെൻസസ്. ഇന്റലിജൻസ് ഈസ് സ്റ്റിൽ ഹയർ ദാൻ ദ മൈൻഡ്. ആൻഡ് ഹി, ദ സോൾ, ഈസ് ഈവൻ ഹയർ ദാൻ ദ ഇന്റലിജൻസ്. അപ്പൊ ഇതിന്റെ ഹൈറാർക്കിയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. വർക്കിംഗ് സെൻസസ് ആർ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. എന്താ ഡൾ മാറ്റർ എന്ന് പറഞ്ഞാൽ? ജഡവസ്തു. എന്തൊക്കെയാണ് ജഡവസ്തു? ചേതനില്ലാത്ത സാധനങ്ങളല്ലേ? ഭൂമി, രാപോ, അനലോ, വായോ, ഗം, മനോ, ബുദ്ധിരേവച. ജഡവസ്തു. ഭൂമി, രാപോ, അനലോ, വായു, ഖം. ഇതാണ് ജഡവസ്തു. മനോബുദ്ധി മനോബുദ്ധി ഒക്കെ വരുന്നില്ലേ? അല്ല, ജഡവസ്തുവായിട്ട് വരില്ല, അത് സട്ടിലാണ്. ഓക്കെ, ജഡവസ്തു ഈ 5 മറ്റേത് സൂക്ഷ്മാണോ? അത് സൂക്ഷ്മമാണ്. പക്ഷെ സൂക്ഷ്മായാലും അത് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ അല്ലേ? മെറ്റീരിയൽ ആണ്. ഇല്ല, ഇപ്പൊ ഇവിടെ ഓക്കെ, അത് വരുന്നുണ്ടല്ലോ. ഇതിൽ തന്നെ പറയല്ലേ, വർക്കിംഗ് സെൻസസ് ആർ സുപ്പീരിയർ ടു ഡൾ മാറ്റർ. ഡൾ മാറ്റർ ഭൂമി, ആപോ, അനലോ, വായു, ഖം. ഇതാണ് ഗ്രോസ്, ജഡം. എന്തുകൊണ്ടാണ് ജഡം? അതിൽ ആത്മാവില്ല എങ്കിൽ അത് ജഡമാണ്. ആത്മാവ് കാരണമാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്നു, ഞാൻ കൈ കൊണ്ടും കാലുകൊണ്ടും മറ്റുള്ള ഇന്ദ്രിയങ്ങളിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ആത്മാവില്ലെങ്കിൽ അത് ജഡമാണ്. എൻ്റെ കയ്യ് വർക്ക് ചെയ്യുന്നു, അതിന് ജീവനുള്ള പോലെ തോന്നുന്നു. കാരണം എൻ്റെ ആത്മാവിൻ്റെ ആ കോൺഷ്യസ്നെസ് ശരീരമാകെ അത് പ്രസന്റ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓരോ നമ്മുടെ അവയവങ്ങളും വർക്ക് ചെയ്യുന്നത്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് നടക്കാൻ പറ്റുന്നത്, നമുക്ക് പല ജോലികളും ചെയ്യാൻ പറ്റുന്നത് ആത്മാവിന്റെ സാന്നിധ്യമാണ്. ആത്മാവിൽ കഴിഞ്ഞാൽ ഇതെന്തായി? ജഡമാണ്. ഭൂമി, രാപോ, അനലോ, വായു, അതിന് ഗ്രോസ്. അപ്പൊ അതിനും മീതെയാണ് വർക്കിംഗ് സെൻസസ് എന്ന് പറയുന്നത്, കർമ്മേന്ദ്രിയങ്ങൾ. ഓക്കെ, അതിലും മീതെയാണ് മൈൻഡ്. അപ്പോ മൈൻഡ് ജഡവസ്തുക്കൾ വരില്ല. ശ്യാമള മാതാജി, സെൻസസിന് മീതെയാണ്. അപ്പോൾ ജഡവസ്തു, ഇന്ദ്രിയങ്ങൾ, അതിനു മീതെ മനസ്സ്, അതിനു മീതെ ബുദ്ധി, അതിനു മീതെയാണ് ആത്മാവ്. ഇതാണ് അതിന്റെ ഹൈറാർക്കി. അപ്പൊ പല ആൾക്കാർക്കും അറിയില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്
ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാകുന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അർജുനൻ മുഖേന നമുക്ക് ഈ വലിയ ഹയർ പ്രിൻസിപ്പിൾസ്, ഹയർ ട്രൂത്ത്, പരമസത്യത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല അല്ലെ. ഞാനെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ശരീരമാകുന്നു പറയും, ചില ആൾക്കാർ പറയുന്നു ബുദ്ധി പറയും, ചില ആൾക്കാർ പറയുന്നു മനസ്സ്. മിക്ക ആൾക്കാരും 99.99% ആൾക്കാരും ഞാനെന്ന് പറഞ്ഞാൽ മനസ്സ് എന്നുള്ള സങ്കല്പമാണ് അല്ലേ. ഞാനെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം മനസ്സാണ്, കംപ്ലീറ്റ് മനസ്സാണ്. അവർക്ക് ആത്മാവിന്റെ യാതൊരു ഇതുമില്ല. ഇവിടെ പറയുന്നത് മനസ്സ് എവിടെയാണ്? ആ ഡൾമേറ്ററിന്റെ ഇതിന്റെ ഇന്ദ്രിയങ്ങളുടെ മീതെയാണ്, അതിനും മീതെയാണ് ബുദ്ധി, അതിനും മീതെയാണ് ആത്മാവ്. ആത്മാവാണ് റിയൽ സെൽഫ്. ഈ തത്വം എത്ര ആൾക്കാർക്ക് അറിയാം? വളരെ സിമ്പിളായിട്ട്, നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും ഈ തത്വം അല്ലെ. കാരണം നമ്മൾ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട്, പക്ഷെ ഇത് പുറമേ ഉള്ളൊരു ജനറൽ ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നും. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചത് മുഴുവൻ മനസ്സാണ്, എല്ലാം നമ്മൾ പറഞ്ഞ മനസ്സാണ്, എല്ലാം മനസ്സാണ് ഇതിന്റെ കാരണം എന്നാണ് വിചാരിക്കുക ആൾക്കാർ. അപ്പൊ ഈ ശരിക്കുള്ള തത്വം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്താലും കൂടി ഇത് നമുക്കുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ, വർക്കിംഗ് സെൻസസ് പറഞ്ഞാൽ ജഡവസ്തുക്കളെക്കാളും മീതെയാണ് ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയങ്ങളെക്കാളും മീതെയാണ് മനസ്സ്, മനസ്സിനേക്കാളും മീതെയാണ് ബുദ്ധി, ബുദ്ധിയെക്കാളും മീതെയാണ് സോൾ. ആൻഡ് ഹീ, അവിടെ കൂടി നോക്കണം കേട്ടോ. വർക്കിംഗ് സെൻസസിനെ അല്ലെങ്കിൽ ഡൾ മാറ്ററിനെ ഹീ എന്ന് പറഞ്ഞില്ല. ആൻഡ് ഹീ ബ്രാക്കറ്റിൽ സോൾ, ആത്മാവ്, അതിനെ ഹീ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഭഗവാനായ ഭഗവാനാണോ ഈ ഭഗവാന്റെ ആത്മാവ് ഭഗവാന്റെ പാർട്ടിക്കിളായ കാരണമാണോ? ഓക്കെ, ശരി. പക്ഷെ അതല്ല. എന്തുകൊണ്ട് സോളിനെ ഹീ, മറ്റേ സെൻസസിനെ ഹീ എന്ന് പറഞ്ഞില്ല, ഇറ്റ് എന്ന് പറയുന്നു? ഹരേ കൃഷ്ണ. മറ്റേ ഞാനെന്ന് പറയണത് ആത്മാവാണെന്നാണ്. ഓക്കെ, ഞാനെന്ന് പറയുന്നത് ആത്മാവാണ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഹൗസ് അല്ലെങ്കിൽ എർത്തിനെ ഹീ എന്ന് പറയില്ല. എർത്ത്, ഫയർ. ഓക്കെ, നമ്മൾ അതിനെ എർത്ത് പറഞ്ഞില്ലെങ്കിൽ ഇറ്റ്, ദാറ്റ് എന്ന് പറയും. ഓക്കെ, ദ ടേബിൾ, ഇറ്റ് ഹാസ് സോ മച്ച് ഡസ്റ്റ്, അതിൽ ഒരുപാട് പൊടിയുണ്ട്. ഹി ഹാസ് സോ മച്ച് ഡസ്റ്റ് പറയൂ? ടേബിളിനെ ഹി എന്ന് പറയില്ല, ഷീ എന്ന് പറയില്ല. പക്ഷെ സോളിനെ ഹി, കാരണം അത് കോൺഷ്യസ് ആണ്, പേഴ്സൺ ആണ്. ജീവനുണ്ട്, പേഴ്സൺ ആണ്. ജീവനുള്ളതാണ്, പേഴ്സൺ ആണ്, ഈസ് എ പേഴ്സൺ, ഇൻഡിവിജ്വൽ ആണ്. ആത്മാവ് ഇൻഡിവിജ്വൽ ആണ്, മറ്റത് കോൺഷ്യസ് അല്ല, ജീവനില്ല, മാറ്റർ ആണ്. അതാണ്. ആൻഡ് ഹി വിത്തിൻ ബ്രാക്കറ്റ് സോൾ, അല്ലെങ്കിൽ ഷീ വിത്തിൻ ബ്രാക്കറ്റ് സോൾ. ഇറ്റ് അല്ലെങ്കിൽ എന്താണ്? ഇറ്റ് എന്ന് പറയുന്നു. മൈൻഡിനെ ഹി എന്ന് പറയില്ല, ഇറ്റ് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ പറയാണ്, അതാണ് പ്രത്യേകിച്ചിട്ട് ഹി എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ റിഫർ ചെയ്യുമ്പോൾ ഹി എന്ന് പറയും. ബിക്കോസ് ഈസ് എ ഇൻഡിവിജ്വൽ, ഈസ് എ പേഴ്സൺ. അപ്പൊ സോൾ ആത്മാവാണ്, അതിന്റെ ഹയർ ദാൻ ഇന്റലിജൻസ്. ഇതാണ് ഹൈറാർക്കി. So the senses are different outlets for the activities of lust. ഇപ്പൊ സെൻസസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ പ്രധാനപ്പെട്ട 5 ഇന്ദ്രിയങ്ങൾ ഡിഫറെന്റ് ഔട്ട്ലെറ്റ്സ് ആണ്, ഡിഫറെന്റ് ഏജന്റ് ആണ്. എന്തിന്? നമ്മളുടെ കാമത്തിനെ പൂർത്തീകരിക്കാനുള്ള 5 ഗേറ്റ് വേസ് ആണ്. അതിലൂടെയാണ് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുന്നത്. Lust is reserved within the body, but it is given when through the senses. ഇപ്പൊ ലസ്റ്റിന്റെ സെറ്റിംഗ് പ്ലേസസ് എവിടെയാണ്? മനസ്സ്. പിന്നെ
മനസ്സ് മനസ്സ് അതൊക്കെ സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. മനസ്സ്, ഇന്റലിജൻസ്, സെൻസസ്. ഇവിടെയാണ് ലസ്റ്റിന്റെ സിറ്റിംഗ് പ്ലേസസ്. അപ്പോ ലസ്റ്റ് ഈസ് ദർ, നമ്മുടെ നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് എങ്ങനെ അത് പ്രകടിപ്പിക്കും? ത്രൂ ദ സെൻസസ്. Therefore, the senses are superior to the body as a whole. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങള് ഈ കാണുന്ന ജഡവസ്തുവായിട്ടുള്ള ശരീരം അതിനേക്കാളും ഉയർന്ന തലത്തിലാണ്. These outlets are not in use when there is superior consciousness or Krishna consciousness. അപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തിലാണെങ്കിൽ ഈ ഔട്ട്ലെറ്റ്സ്, അതായത് ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കില്ല. പറഞ്ഞു മനസ്സിലായി? ഈ ഇന്ദ്രിയങ്ങള്, ഈ ഔട്ട്ലെറ്റ്സ് നമ്മളെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാത്തടത്തോളം കാലം നമ്മള് കൃഷ്ണാവബോധത്തിന് ശാരീരിക അവബോധത്തിൽ എപ്പോഴാ വരിക? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ശാരീരിക അവബോധമായി. So in Krishna consciousness, the soul makes direct connection with the Supreme Personality of Godhead. Therefore, the hierarchy of bodily functions, as described here, ultimately ends in the Supreme Soul. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിലെത്തുമ്പോൾ നമ്മുടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഡയറക്റ്റ് കണക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ ഹൈറാർക്കിയിൽ വരുമ്പോൾ സോൾ അൾട്ടിമേറ്റ്ലി എൻഡ്സ് ഇൻ ദ സുപ്രീം സോൾ, പരമാത്മാവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. Therefore, bodily action means the functions of the senses, and stopping the senses means stopping all bodily actions. But since the mind is active, then even though the body may be silent and at rest, the mind will act as it does during dreaming. അപ്പോൾ നമ്മൾ മുണ്ടാതിരുന്നാലും ശരി, അപ്പോഴും നമ്മുടെ മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിലൂടെ നമ്മുടെ മനസ്സ് മനസ്സ് ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നില്ല. എപ്പോഴാണ് നമ്മൾ ആത്മാവും പരമാത്മാവിനുള്ള ആ സമാധി സ്റ്റേജില്, ആ ഒരു കമ്മ്യൂണിയനില്, ആ യൂണിയനിൽ മാത്രമാണ് നമ്മളുടെ മെറ്റീരിയൽ മൈൻഡ് ബാക്ക് സീറ്റ് എടുക്കുന്നത്. സമാധി സ്റ്റേറ്റിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ നിൽക്കുമ്പോൾ. അവിടെ മൈൻഡ് മെറ്റീരിയൽ അല്ല, അതിനെയും നമ്മള് ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു. നമ്മളുടെ ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു, മനസ്സിനെയും നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ മനസ്സ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈവൻ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അതിനാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ജാഗ്രത. ഓക്കെ, നമ്മൾ അവൈക്കാണ്, ജാഗ്രത അവസ്ഥ. അത് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ എന്തായി? സ്വപ്നാവസ്ഥ. അത് കഴിഞ്ഞാൽ എന്തായി? സുഷുപ്തി. അത് കഴിഞ്ഞാൽ എന്തായി? തുര്യ. സമാധി, തുര്യ. അങ്ങനെയാണ്. അപ്പോ നമ്മളുടെ ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് അറിയാം, ഓർമ്മയുണ്ട്, എന്താ ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യുന്നു, എല്ലാം നമുക്ക് അറിവുണ്ട്. സ്വപ്നാവസ്ഥയിൽ എന്തായി? നമ്മളുടെ ശരീരം മാത്രം ഉറങ്ങുന്നു, അത് റെസ്റ്റ് എടുക്കുന്നു. പക്ഷെ മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വപ്നാവസ്ഥയിൽ മനസ്സ് ആക്റ്റീവാണ്, മനസ്സ് അവിടെ ആക്റ്റീവാണ്. ഇവിടെ ബോഡി ഒരു ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നു. കാരണം വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതായത് ഇന്ദ്രിയങ്ങളും നമ്മുടെ ശരീരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ടെമ്പററി ഹോൾട്ടായിരിക്കുകയാണ് സ്വപ്നാവസ്ഥയില്. സുഷുപ്തിയില് ഈവൻ ഇന്ദ്രിയങ്ങളായിട്ടുള്ള കണക്ഷനും ഇല്ല, ഡീപ്പ് സ്ലംബറാണ്, ഡീപ്പ്. അപ്പോൾ ഇന്ദ്രിയങ്ങളും അവിടെ ഉറങ്ങി, അവിടെ ഡോർമെന്റായി, അവിടെ കട്ടായി. അത് കഴിഞ്ഞിട്ടില്ല അതിന്റെ മീതെ തൂര്യ. അപ്പൊ അവിടെ സോള്, സൂപ്പർ സോളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ അവിടെ. അത് ട്രാൻസ്. അപ്പൊ ആദ്യം ബോഡി ഡിസ്കണക്ട് ആയി, പിന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഡിസ്കണക്ട് ആയി,
അങ്ങനത്തെ ആ സ്റ്റേജിൽ നമ്മൾ നല്ലൊരു ഭക്തനാണെങ്കിൽ നമ്മളും, അതായത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഒരു ലിങ്കാണ്, ആ ഒരു കണക്ഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. So as it does during dreaming, but above the mind is the determination of the intelligence. മനസ്സിന്റെ മീതെ ഇന്റലിജൻസ് ആണ്. കാരണം മനസ്സ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. മനസ്സ് അക്സെപ്റ്റ് റിജക്ട് രണ്ടെണ്ണം ചെയ്യും. പിന്നെ തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ്, ഈ 3 ആസ്പെക്ട്. ആ പ്രഭു, അപ്പൊ നമ്മൾ തുര്യാവസ്ഥയിലെ കേൾക്കുന്നില്ല? ഞാനെന്ന ബോധം അവിടെ ഉണ്ടാവും. അപ്പോ ഇല്ല ഇല്ല ഇല്ല. അപ്പൊ തുര്യാവസ്ഥ അല്ല. ഞാൻ എന്ന ബോധം ഉണ്ടായ ആ അവസ്ഥയിൽ എത്തില്ല. കേൾക്കില്ലേ? നമ്മൾ ആ, തുര്യാവസ്ഥ ഒന്നുമില്ല, അത് ഉണ്ടാവില്ല. അപ്പൊ അത് വിട്ടുപോകും. വീണ്ടും നമ്മൾ ആ അവസ്ഥ തിരിച്ചു വരും. വീണ്ടും നമ്മൾ അതായിട്ട് അല്ല, ഒരു ശുദ്ധ ഭക്ത, ഈ സ്പിരിച്വലി ഒരു ശുദ്ധ ഭക്തൻ ഈവൻ ജാഗ്രത അവസ്ഥയിലും, ഒരു ശുദ്ധ ഭക്തൻ ജാഗ്രത അവസ്ഥയിലും 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിലായിരിക്കും. ശുദ്ധ ഭക്തന്റെ കാര്യം പറഞ്ഞു, പ്യുവർ ഡിവോട്ടിയുടെ കാര്യം പറഞ്ഞു. നമ്മളൊക്കെ പ്രാക്ടീസിങ് ഡിവോട്ടിയാണ്. അപ്പോൾ പ്രഭുപാദയെ പോലുള്ള ആചാര്യന്മാര് അവർ ഈവൻ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കൂടിയിട്ട് അവർ കൃഷ്ണാവബോധത്തിലാണ്. നമുക്ക് തോന്നും അത് മെറ്റീരിയൽ ആക്ടിവിറ്റി ആണെന്ന്. പക്ഷെ അവരെപ്പോഴും കണക്റ്റഡ് വിത്ത് ദ സൂപ്പർ സോൾ, കണക്റ്റഡ് വിത്ത് ഭഗവാൻ. നമ്മുടെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി, ഇത് സ്പിരിച്വൽ ആക്ടിവിറ്റി, ഇത് മെറ്റീരിയൽ ആക്ടിവിറ്റി. പ്രഭുപാദ അതേപോലുള്ള ആചാര്യന്മാരൊക്കെ 24 മണിക്കൂറും സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അവര് നമ്മളുടെ കണ്ണിൽ മെറ്റീരിയൽ ആക്ടിവിറ്റി. അവർ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നു, പൈസ ഇടപാട് ചെയ്യുന്നു, കോർട്ടിൽ പോകുന്നു, അത് ചെയ്യുന്നു. പക്ഷെ അവര് 24 മണിക്കൂറും കൃഷ്ണാവബോധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മള് ഈ ചാന്തിയും മാത്രം ശ്രമിക്കുന്നു കൃഷ്ണാവബോധം, പക്ഷെ അതും നമുക്ക് പറ്റുന്നില്ല. തുര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥ തന്നെ, ട്രാൻസ് ആണ്. പക്ഷെ ഈവൻ നമ്മളെ ജാഗ്രത അവസ്ഥയിലും ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും ശുദ്ധ ഭക്തന്മാർക്ക്. അനുഭവിക്കുന്നത് ആരായിരിക്കും? അപ്പൊ ഇത് അനുഭവിക്കുന്നത് ആരായിരിക്കും? നമ്മള് ഇപ്പൊ മാറി കഴിഞ്ഞാൽ ആത്മാവാണ് ഇൻഡിവിജ്വൽ. ആത്മാവാണ് ശരിക്കുള്ള റിയൽ സെൽഫ്. ഒരു കമ്മ്യൂണിയൻ, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ അവിടെ മെറ്റീരിയൽ ആയിട്ട് ഒന്നുമില്ല, എല്ലാം സ്പിരിച്വൽ ആണ്. അപ്പൊ അവിടെ സേവനം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സേവനം. പ്രഭു, അതിന്റെ അനുഭവം എങ്ങനെ നമുക്ക് അറിയാം? അതിപ്പോ അറിയാൻ പറ്റില്ല. ആ അനുഭവം നമ്മള് ആ തലത്തിലെത്തുമ്പോഴേ അറിയാൻ പറ്റൂ. അപ്പൊ മാങ്ങ കഴിച്ചാലുള്ള ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാങ്ങ കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മാങ്ങ കഴിക്കാത്ത ഒരു വ്യക്തിക്ക് അതിന്റെ ടേസ്റ്റ് അറിയില്ല. അതേപോലെ നമ്മൾ ആ അവസ്ഥയിൽ എത്തുമ്പോൾ ഗുരു ഭഗവാന്റെയും കൃപ കൊണ്ട് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരാൾ മെഡിറ്റേറ്റ് ചെയ്യാണ്, മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഭഗവാനായിട്ടുള്ള ആ ലിങ്ക്, യോഗ, അതിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കുന്നത് പറഞ്ഞു തന്നാലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ അനുഭവിക്കണം ഈ പ്രോസസ്സ് കൂടെ, കൃഷ്ണാവബോധത്തിൽ കൂടെ. അത് അനുഭവിക്കുന്നത് ഞാനല്ലേ അനുഭവിക്കുന്നത്? ഞാനെന്ന് ബോധം ഉണ്ടാവണല്ലോ. അല്ല, ഞാൻ എന്ന് പറഞ്ഞാൽ സോള്, പ്രോപ്പർ സോള്. അപ്പോൾ അവിടെ മനസ്സ്, ഇന്ദ്രിയങ്ങള്, ബുദ്ധി, ഇതെല്ലാം മെറ്റീരിയലാണ്. ഇതൊന്നും അവിടെ വരുന്നില്ല. സ്പിരിച്വൽ ബോഡി. അപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള അനുഭവം ആർക്കാണ് പെടുന്നത്? മനസ്സിനാണോ, ബുദ്ധിക്കാണോ? അല്ല, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതെല്ലാം മാറ്ററാണ്. സോൾ ഇതെല്ലാം നശ്വരമാണ്. ആത്മാവിന് മാത്രമേ നാശമില്ലാത്തുള്ളൂ. ആ ആത്മാവിന്റെ അനുഭൂതി, ആത്മാവിന്റെ അനുഭവമാണ് ആ ശുദ്ധ ഭക്തിയിൽ എത്തുമ്പോഴുള്ള അനുഭവം. അത് ആത്മാവാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ ഈവൻ ഇവിടെ ഗോപികമാര്, ഗോപന്മാര്, ശുദ്ധഭക്തന്മാര് ഭഗവാനായിട്ട് ഡീല് ചെയ്യുമ്പോൾ അനുഭവിക്കുന്നത് അവര് സെൽഫാണ്. അപ്പൊ അവർക്കും മെറ്റീരിയൽ മൈൻഡ് ഒന്നുമില്ല. മൈൻഡ് അതെല്ലാം സ്പിരിച്വലായി, ബുദ്ധി സ്പിരിച്വലായി. ഈ ഭൗതിക ലോകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മെറ്റീരിയലായിട്ട് തോന്നുകയാണ്. കാരണം നമുക്ക് അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ആധ്യാത്മിക ലോകത്തില് അങ്ങനെ ജഡം എന്നുള്ളൊരു കാര്യമില്ല. എല്ലാം ചേതനയാണ്, എല്ലാം ചേതനയാണ്, എല്ലാറ്റിനും ചേതനയുണ്ട്, എല്ലാം ഇൻഡിവിജ്വൽ ആണ്, എല്ലാം പേഴ്സൺ ആണ്.
അപ്പൊ ആ കൺസെപ്ഷൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടാണ്. ഇത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ശുദ്ധഭക്തരാണ്. അപ്പൊ അതിന്റെ പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം കൊണ്ടും ശുദ്ധീകരിക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, ഇന്റലിജൻസ് ശുദ്ധീകരിക്കുക, ഇന്ദ്രിയങ്ങളെ എങ്ങനെ ഭഗവാന്റെ സേവനയിൽ അർപ്പിച്ചിട്ട്, ആ ഭഗവാന്റെ സേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ആ തലത്തിൽ എത്തുമ്പോൾ എല്ലാവരും അത് അനുഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഭൂതി, അത് 16 മാല നമ്മളിതൊരു കോട്ട. എന്തിനാണ്? നമ്മളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സാധന ഭക്തി ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ടേസ്റ്റ് കൂടുന്നതോടുകൂടിയും 16 മാല ചൊല്ലിക്കഴിഞ്ഞാൽ 17ാമത്തെ മാല ചെല്ലണം എന്നുള്ള ആഗ്രഹം വരും. 17 കഴിഞ്ഞാൽ 18 ചെല്ലണം എന്നാവും, 18 കഴിഞ്ഞാൽ 19. അങ്ങനെ നമ്മളെ 24 മണിക്കൂറും ഭഗവാന്റെ നാമത്തിലും ഭഗവാന്റെ സേവനത്തിലും ഏർപ്പെടുമ്പോൾ നമ്മുടെ ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് കൃഷ്ണാവബോധം. 24 മണിക്കൂറും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. അത് മെറ്റീരിയൽ ആക്ടിവിറ്റി ആയിരിക്കാം, നമ്മുടെ കണ്ണിൽ ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബുക്ക് പബ്ലിഷിംഗ് ആയിരിക്കാം, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, ടെമ്പിളിൽ വേറെ വല്ല സേവയായിരിക്കാം. അവർക്ക് ഇതല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. അപ്പോൾ അവർ ടോട്ടലി ദേ ആർ ഇൻ യൂണിയൻ വിത്ത് ദ സുപ്രീം ലോർഡ്. അവർക്ക് ഭൗതിക ലോകത്തിലെ ഒരു കാര്യത്തിലും ഇതുണ്ടാവില്ല. അതാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. അവരാണ് ഉത്തമ ഭക്തന്മാരെ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് കൽമശങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങളുണ്ട്, ഇപ്പോഴും ഒരുപാട് സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുടെയും ഭാണ്ഡക്കെട്ട് നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഇത് രണ്ടും ഇല്ലാതെയി അത് സീറോ, ഡെബിറ്റും ക്രെഡിറ്റും സീറോ ആയിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ഉത്തമ ഭക്തി സ്റ്റേജിലേക്ക് എത്തൂ. ഇപ്പം നമ്മളെല്ലാം ഒരു മെഡിസിൻ പഠിക്കുന്ന MBBS പഠിക്കുന്ന ആള്, ഓക്കെ, 4 വർഷം നന്നായി പഠിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടില്ലല്ലോ. ഇത് MBBS 4 വർഷമേ ഉള്ളൂ. പക്ഷെ ഈ ഭക്തി ജന്മജന്മാന്തരം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന് സീരിയസ്നെസ് കൊടുത്തില്ലെങ്കിൽ, ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ജന്മജന്മാന്തരം നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അപ്പോൾ ഒരു ദിവസം നമ്മളെ പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും, അതായത് ഒരു പൂർണ്ണ ഭക്തനാവും. സോ ചില ആൾക്കാർക്ക് സെയിം ലൈഫിൽ ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ എന്താണ് ഒരു മെച്ചം? നമ്മൾ എത്ര ചെയ്തു അവിടുന്ന് നമുക്ക് തുടങ്ങിയാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഹുണ്ടിപ്പെട്ടിയിൽ പൈസ ഇട്ടു, 500 രൂപ. ഓക്കെ, 500 രൂപ ഇട്ട് നിർത്തി, 2 കൊല്ലം നമ്മൾ പൈസ ഇട്ടില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും മഴ ഇടാൻ തുടങ്ങി. നമ്മൾ 1 മുതൽക്ക് കൗണ്ട് ചെയ്യോ, 501 മുതൽക്ക് കൗണ്ട് ചെയ്യോ? 500 ആൾറെഡി ഉണ്ട്, നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 501 അല്ലേ? 2 കൊല്ലം നിർത്തിയാലും കൂടിയിട്ട്. അതേപോലെ നമ്മൾ ഭക്തി നിർത്തി, ഒരു 8-10 ജന്മം ഭക്തി ചെയ്യുന്നില്ല, നമ്മളുടെ ഇന്ദ്രിയഭോഗം മാത്രം. പക്ഷേ ആ 10 ജന്മം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഭക്തി ചെയ്യുമ്പോൾ ആ 500 മുതൽക്ക് തുടങ്ങിയാൽ മതി. 500 അവിടെ ആൾറെഡി ഭക്തി ഉണ്ട്. നമ്മൾ 10 ജന്മത്തിൽ ചെയ്തില്ല, എന്താ 500 എപ്പോഴും ഭക്തി ഉണ്ട്. അപ്പൊ 501 നമുക്ക് ചെയ്താൽ മതി. അപ്പൊ 1000 നമ്മൾക്ക് കംപ്ലീറ്റ് ആവേണ്ട ഒരു നമ്പർ വെച്ചാൽ, അപ്പോൾ 1000 എത്തുമ്പോൾ നമ്മൾ ശുദ്ധഭക്തനായി. ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇത് പറയാണ്, ഒരു ഉദാഹരണം. അപ്പൊ 1000 ആയാൽ നമ്മൾ ശുദ്ധഭക്തനായി. പിന്നെ നമുക്ക് എപ്പോഴും ഭഗവാന്റെ സേവനം മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എൻ്റെ വീട്, എൻ്റെ പൈസ, എൻ്റെ മക്കള്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അല്ലേ, എല്ലാവരും സ്പിരിറ്റ് സോളാണ്, എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, എല്ലാവരും ഈക്വലായിട്ട് കാണാൻ പറ്റും. ആ സ്റ്റേജാണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിലെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിയസിനി സുനിചൈവ സ്വപാകേശ പണ്ഡിത സമദർശിന. സമദർശന, നമുക്ക് ഈ സമദർശന ഭാവം ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അപ്പോ ഉത്തമ ഭക്തിയിലുള്ള ആൾക്കാർ അവർക്ക് സമദർശികളാണ്. അവരൊരു ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് തരംതിരിച്ച് കാണുന്നില്ല. അവരെപ്പോഴും കാണുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് സ്പിരിറ്റാണ്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവും സ്പിരിറ്റാണ്. എൻ്റെ കർമ്മഫലം കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ശരീരം കിട്ടി. ഒരു നരിയുടെ കർമ്മഫലം കൊണ്ട് അതിന് നരിയുടെ അല്ലെങ്കിൽ ഒരു പശുവിന്റെ ശരീരം കിട്ടി. അത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് പണ്ഡിതന്മാര്. Okay, so if therefore the soul is directly engaged with the Supreme, naturally all other subordinates, namely the intelligence, mind and senses will be automatically engaged. അപ്പോൾ
നമ്മുടെ ആത്മാവ് പരമാത്മാവായിട്ടുള്ള ആ ഒരു സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അതിനോട് സഹകരിക്കും. അത് ഭൗതികമായിട്ട് യാതൊരു കാര്യം ചെയ്യില്ല. അപ്പൊ അതെന്തായി? സ്പിരിച്വലൈസ്ഡ് ആയി. നമ്മുടെ മനസ്സും ഇന്റലിജൻസും ഇന്ദ്രിയങ്ങളെല്ലാം എന്തായി? സ്പിരിച്വലൈസ്ഡ് ആയി. അപ്പൊ അതില് വ്യത്യാസമില്ല ആണ്. So if therefore the mind is directly engaged in the service of Lord constantly, then there is no chance that the senses will become engaged in other ways. മറ്റ് തരത്തിൽ അത് എൻഗേജ് ആവില്ല. The material attitude, the mental attitude has already been explained. Param drishtva nivartade. Okay, param drishtva nivartade. If the mind is engaged in the transcendental service of Lord, there is no chance of its being engaged in the lower propensities. അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമ്മൾ നിയുക്തമാക്കുകയാണെങ്കിൽ നമ്മൾ മറ്റ് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട അല്ലെങ്കിൽ വർത്തിക്കേണ്ട ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നോ ചാൻസ് ഓഫ് ഇറ്റ്സ് ബീങ് എൻഗേജ് ഇൻ ദ ലോവർ. യുക്തവൈരാഗ്യം യുക്തവൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുന്നതും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു താഴ്ന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. സോ ഇൻ ദ കഠോപനിഷത്ത് ദ സോൾ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് മഹാൻ, ഗ്രേറ്റ്. Therefore, the soul is above all, namely the sense objects, the senses, the mind, and intelligence. Therefore, directly understanding the constitutional position of the soul is the solution of the whole problem. അപ്പൊ എന്താണ്? നമ്മളുടെ അസ്തിത്വത്തിനെ മനസ്സിലാക്കുക, നമ്മളുടെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ ആത്മാവ്. നമ്മളെന്ന് പറഞ്ഞ് ശരീരമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല, മനസ്സായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല, ബുദ്ധിയായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മളെന്ന് പറഞ്ഞ ആത്മാവ്. ഈ ആത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്താണ്, അതിന്റെ അസ്തിത്വം എന്താണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു. നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലി നമ്മൾ കൊടുത്തിട്ടില്ല, അതിൽ സക്സസ് ആയിട്ടില്ല ഇതുവരെ. എപ്പോഴാണ് നമ്മൾ പ്രാക്ടിക്കലി അനുഭവസ്ഥനാവുന്നത്? അതായത് ജ്ഞാനമുണ്ട്, അല്ലെ? ജ്ഞാനമുണ്ട്, പക്ഷെ എന്തില്ല? വിജ്ഞാനം ഉണ്ടെങ്കിലും കൂടി ആത്മസാക്ഷാത്കാരം എന്നില്ല, അല്ലെ? സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നില്ല. വിജ്ഞാനം എന്ന് പറഞ്ഞ റിയലൈസ് നോളേജ്. അത് ദേവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം ടിൽ വി റീച്ച് ദാറ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞാലും നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയ എത്ര കാലം ചൊല്ലേണ്ടി വരും? ദാറ്റ് ഈസ് അവർ എറ്റേണൽ ഡ്യൂട്ടി. ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാനെ സേവനം ചെയ്യും, ഇത് നമ്മുടെ എറ്റേണൽ ഡ്യൂട്ടിയാണത്. ടെമ്പററി അല്ല. 10 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് നിർത്താലോ? നോ, അങ്ങനെയില്ല. 10 ജന്മം കഴിഞ്ഞാൽ നമ്മൾ ദിസ് ഈസ് ഈവൻ അവിടെ പോയാലും തന്നെ ഇതന്നെയാണ് ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. കാരണം നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ആ ഭഗവാന്റെ അംശങ്ങള് ഭഗവാനാണ് ഹോൾ. അതിനെ സേവിക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിന്റെ വിരല് ഒറ്റയ്ക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോ ഈ വിരലിന്റെ ജോലി എന്താ വെച്ചാൽ ഈ ശരീരത്തിനെ സേവിക്കുക. അപ്പൊ അതേപോലെ നമ്മള് ഇപ്പൊ ഈ ശരീരം ഭഗവാനെന്ന് വിചാരിക്കുക, ഈ വിരല് നമ്മളെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശരീരത്തിനെ സേവിക്കണം, അതായത് ഭഗവാനെ സേവിക്കുക. അതാണ് ഈ വിരലിന്റെ ഡ്യൂട്ടി. ഈ വിരലിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിനെ സേവിക്കുക. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശമാണ്. ആ ഭഗവാന്റെ അംശം ഭഗവാനെ സേവിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഭഗവാനിൽ നിന്ന് മാറിയിട്ട് സ്വന്തം അനുഭവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അവിടെയും ഇവിടെയും കുറച്ചൊക്കെ
സുഖം ഇതെല്ലാം കിട്ടും. പക്ഷെ അത് ടെമ്പററി ആണെന്ന് മനസ്സിലാക്കുന്നില്ല നമ്മള്. So therefore the soul is above all. Okay, with intelligence one has to seek out the constitutional possession of the soul and then engage the mind always in Krishna consciousness. നമ്മൾ നമ്മളുടെ അസ്തിത്വത്തെ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഇൻഡിവിജ്വൽ ആണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ നമ്മുടെ മനസ്സിനെ എൻഗേജ് ചെയ്യുക. അതാണ് വേണ്ടത്. ബുദ്ധി ഉപയോഗിച്ചിട്ട്. ബുദ്ധി ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നതാണ്. എന്ത് ശരി, എന്ത് തെറ്റ്, എന്തിനെ നമ്മൾ ആരെ ആശ്രയിക്കണം, ആരെ ആശ്രയിക്കാൻ പാടില്ല, ഇതെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന എലിമെന്റ് ആണ് ബുദ്ധി. ദാറ്റ് സോൾവ് ദ ഹോൾ പ്രോബ്ലം. അപ്പൊ ബുദ്ധിയെ നമ്മൾ ഷാർപ്പൺ ചെയ്യണം. ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറയണം, അച്ഛൻ ബുദ്ധി, അമ്മ മനസ്സ്, മക്കള് ഇന്ദ്രിയങ്ങള്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാണ്. അച്ഛൻ ബുദ്ധി എന്താണ്? അച്ഛനാണ് ലോജിക്കലി കാര്യങ്ങള് മനസ്സിലാക്കിയിട്ട് വേണ്ടുന്ന പോലെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന അമ്മയെ. ഓക്കെ, അമ്മയെ അവിടെ ശരിക്ക് സൂപ്പർവൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിർദ്ദേശം കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മ എങ്ങനെയാണ്? അവർ ലോജിക്കലി ചിന്തിക്കില്ല. അവർ എമോഷണൽ ബീയിങ്സ് ആണ്, ദാൻ ലോജിക്കൽ. സെന്റിമെന്റൽ ആണ്. അപ്പോൾ മക്കൾക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് അമ്മയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റും. അച്ഛനെ പറ്റില്ല. അതുകൊണ്ടാണ് മക്കള് കൂടുതൽ അമ്മയെ ആശ്രയിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തല്ല ആദ്യം പോവുക. അച്ഛൻ തരില്ല എന്ന് അറിയുമെങ്കിൽ അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? അമ്മയെ ശരണം പോയി. അമ്മ അച്ഛനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യും. പക്ഷെ അച്ഛൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് വേണോ വേണ്ടേ, കൊടുക്കണോ കൊടുക്കണ്ടേ, ചെയ്യണോ ചെയ്യണ്ടേ ആലോചിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ് അമ്മയോട് ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ആ അമ്മയുടെ ഇതിൽ അച്ഛൻ പെട്ടാൽ പോയി. അപ്പൊ ബുദ്ധി അവിടെ ട്യൂബ് ലൈറ്റ് പോലെയും. അതാണ് ഉദാഹരണം. ഇന്റലിജൻസ് ഷാർപ്പായിരിക്കണം. ഇന്റലിജൻസ് ഷാർപ്പായിരിക്കണമെങ്കിൽ നമുക്ക് ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, അതാണ് നമ്മുടെ ഇന്റലിജൻസിനെ ഷാർപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഷാർപ്പായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനോട് പറയും, കണ്ണി കണ്ട പാട്ടും അതൊന്നും കേൾക്കാണ്ട്, സിനിമയും അതൊന്നും കേൾക്കാണ്ട്, എന്തെങ്കിലും ഡിവോഷണൽ സോങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാന്റെ സ്തുതി അതൊക്കെ കേൾക്കൂ, എന്തെങ്കിലും ഡിസ്കോഴ്സ് കേൾക്കൂ, എന്നിട്ട് നമ്മളുടെ കോൺഷ്യസ്നെസ് ശുദ്ധീകരിക്കാൻ നോക്കൂ എന്ന് ഇന്റലിജൻസ് പറയും. അവിടെ ക്ലാസ് നടക്കണ്ട, അവിടെ പോയി അറ്റൻഡ് ചെയ്യൂ, ക്ലബിൽ പോകണ്ട, സിനിമയ്ക്ക് പോകണ്ട, അത് ചെയ്യണ്ട എന്ന് ഇന്റലിജൻസ് പറയും. ഇന്റലിജൻസ് വീക്ക് ആണെങ്കിൽ എന്തായി? മനസ്സ് തോന്നിവാസം ചെയ്യും, താൻ തോന്നിത്തരം ചെയ്യും. മനസ്സ് പറയും ഓക്കെ ക്ലബിൽ പോയിക്കോളൂ, ചീട്ട് കളിക്കാൻ പോയിക്കോളൂ, സിഗരറ്റ് വലിക്കാൻ പോയിക്കോളൂ, അവിടെ പോയിക്കോളൂ, ഇവിടെ പോയിക്കോളൂ, മാംസം കഴിച്ചോളൂ, അതൊക്കെ പറയും. കാരണം എന്താണ് അത് ചെയ്യാൻ കാരണം? ഇന്റലിജൻസ് അവിടെ സ്ട്രിക്റ്റ് അല്ല, ഇന്റലിജൻസ് ഷാർപ്പല്ല. ഭക്തി ചെയ്യാൻ ജ്ഞാനവും വേണം. ജ്ഞാനത്തിന് അധിഷ്ഠാനമാണ് ഭക്തി, അല്ലേ? അതെ. അപ്പൊ ജ്ഞാനമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുദ്ധി ഷാർപ്പായിരിക്കണം. ബുദ്ധി ഷാർപ്പാവണമെങ്കിൽ നമ്മൾ ഒരു സാധുശാസ്ത്ര ഇത് ഫോളോ ചെയ്യണം. അപ്പൊ ബുദ്ധിയാണ് ഡയറക്ടർ, മറ്റത് ആക്ടറാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡയറക്ടർ ആക്ടേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. ഡയറക്ടർ വിട്ടുകൊടുത്താൽ സിനിമ ഫ്ലോപ്പ് ആവും, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്നെ സീനിന് ഇന്നെ ഡയലോഗ് വേണം, ഇന്നെ വാട്ട് യു കോൾ സീനറീസ് വേണം, ഇന്നെ പാട്ട് വേണം, ഇന്നെ സംഭാഷണം വേണം. ഈ ഹാസ് എ വിഷൻ. അതനുസരിച്ചിട്ട് ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും അവർ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവർക്ക് വിട്ടുകൊടുത്താൽ അവർക്ക് അതിന് ഉള്ളതില്ല. അപ്പൊ അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യും, അത് സക്സസ് ആവില്ല. അപ്പൊ ഇവിടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നത് ബുദ്ധിയാണ്. മൈൻഡ് അതിൻ്റെ താഴെയാണ്, അതിൻ്റെയും താഴെയാണ് സെൻസസ്. അപ്പൊ എല്ലാവരും അവരവരുടെ റോള് ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു.
ഇവിടെ സോ a neophyte spiritualist is generally advised to keep aloof from the objects of the senses. ഒരു തുടക്കക്കാരൻ എപ്പോഴും എന്താണ് അവർ നിർദ്ദേശിക്കേണ്ടത്? നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ട് അന്ന് പുറത്തേക്ക് വരാൻ, അന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പറയും കൂടുതൽ ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടരുത് എന്ന് പറയും. ബട്ട് അസൈഡ് ഫ്രം ദാറ്റ് വൺ ഹാസ് ടു സ്ട്രെങ്തൻ ദ മൈൻഡ് ബൈ ദ യൂസ് ഓഫ് ഇന്റലിജൻസ്. നമ്മുടെ മനസ്സിനെ നല്ല ശക്തിപ്പെടുത്തണം. എങ്ങനെ? ബുദ്ധി ഉപയോഗിച്ചിട്ട്. കുട്ടിയോട് എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് നമുക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ, എന്റെ ബുദ്ധി അവിടെ പോയി ചോദിക്കും അല്ലേ? ചില സമയത്ത് ആ ബുദ്ധിനെയൊക്കെ പറ്റാണ്ടാവും ബുദ്ധിക്ക്. അതാണ് അത് ബുദ്ധി ബാക്ക് സീറ്റ് എടുക്കുകയാണ്, മനസ്സ് ഓവർ പവർ ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്നില്ലേ, അതായത് അമ്മ അച്ഛനെ ഓവർ പവർ ചെയ്യുമ്പോ ഉള്ള പ്രശ്നമാണത്. അച്ഛൻ പറയാണ് മകനോട് ഇതാ പോണ്ട, അത് അവിടെ ഡേഞ്ചറാണ്, അപകടമാണ്, പോണ്ട. ഇല്ല, അവൻ കുട്ടിയല്ലേ, അവന് കൊടുത്തുകൂടെ, ഇത് ആദ്യം കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയും വിളിച്ച അച്ഛൻ ഓക്കെ നീ എന്താ ചെയ്തു പറഞ്ഞാൽ അവിടെ വിളിഞ്ഞിരിക്കുന്ന പ്രശ്നം നമുക്കറിയില്ല. അതാണ് പറയുന്നത്. So a neophyte spiritualist is generally advised to keep aloof from the objects of the senses. But aside from that, one has to strengthen the mind by use of intelligence. If by intelligence one engages one's mind in Krishna consciousness, by complete surrender unto the supreme personality of Godhead, then automatically the mind becomes stronger, and even though the senses are very strong, like serpents, they will no more effective. They'll be no more effective than serpents with broken fangs. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് ശരണാഗതി പ്രാപിക്കുകയാണെങ്കിൽ, അപ്പൊ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളില്ലേ അത് ബ്രോക്കൺ ഫാങ്സ് ആയിരിക്കും. പാമ്പിന്റെ വിഷപ്പല്ല് എടുത്ത് കളഞ്ഞാൽ എങ്ങനെ വിഷം ഉണ്ടാവില്ലല്ലോ. അതാണ് ഇവിടെ അതിന് ഉദാഹരണം. ദേ വിൽ ബി നോ മോർ എഫക്റ്റീവ്. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മള് സമർപ്പിത ആത്മാക്കൾക്ക് ഇതൊന്നും ബാധിക്കില്ല എന്നല്ലേ പറയുന്നത്? അതെ. അപ്പൊ വിഷമില്ലാത്ത പാമ്പിന്റെ വിഷപ്പല്ല് എടുത്ത് കളഞ്ഞ ഒരു പാമ്പ് പോലെ ആയിരിക്കും, കടിച്ചാലും ഏശില്ല. അങ്ങനെ നമ്മുടെ ഇപ്പൊ നമ്മള് ഡൈല്യൂട്ട് ആവണത് എന്താന്ന് വെച്ചാല് നമ്മള് ഭൗതികതയില് നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമം ആവുമ്പോഴാണ് ഈ പൂർണ്ണതയിലേക്കാണ്ട് നമ്മൾ എത്ര വിചാരിച്ചാലും പറ്റാത്തത്. അല്ല, ഗൃഹസ്ഥാശ്രമത്തിനൊന്നല്ല, എല്ലാ ആശ്രമത്തിലും തന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും ശരിക്കും നമ്മൾ നയിച്ചിട്ടില്ലെങ്കിൽ ഏത് ആശ്രമത്തിലും. പക്ഷെ ഗൃഹസ്ഥാശ്രമത്തിൽ എന്താ, നമുക്ക് എൻജോയ്മെന്റിന്റെ കൂടുതൽ ഒരു ചാൻസ് ഉണ്ട്, മറ്റവർക്ക് അതില്ല. പക്ഷെ എങ്കിലും മനസ്സിനെ കൺട്രോളിൽ ഏത് ആശ്രമമാണെങ്കിലും ഡേഞ്ചേഴ്സ് ആണ്. ഏത് ആശ്രമവും മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അതിനാണ് നമ്മൾ എപ്പോഴും സത്സംഗം വേണം, എപ്പോഴും ഭഗവത്ഗീത ഭാഗവതം വായിക്കണം, എപ്പോഴും ഭഗവാന്റെ സ്തുതി ചെയ്യണം, എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെ സത്സംഗിലായിരിക്കണം. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊട്ടക്ടറാണ്, നമ്മുടെ സംരക്ഷണ വലയത്തിലാണ്. നമ്മൾക്ക് ഒരു ആർമർ ഉണ്ട്, ഒരു കവചമുണ്ട്. എനിക്ക് നല്ല ശക്തിയുണ്ട്, എൻ്റെ എന്താ പറയുക 56 ഇഞ്ചിന്റെ ചെസ്റ്റാണ്, വെടി വന്നാലൊന്നും എനിക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പോയി. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. എങ്ങനെ പ്രിപ്പയർ? കവചം വേണം നമുക്ക്. യുദ്ധക്കളത്തിൽ പോകുമ്പോൾ എല്ലാവരും ഈവൻ മുമ്പത്തെ കാലത്തും കവചമുണ്ട് അല്ലേ, ആർമറുണ്ട്. അപ്പൊ അതേപോലെ നമ്മളുടെ കവചം എന്താണ്? നമ്മളുടെ കവചമാണ് നാമം, നമ്മുടെ കവചമാണ് സത്സംഗം, ഡിവോട്ടീസ്, നമ്മുടെ കവചമാണ് ഭഗവത്ഗീത ഭാഗവതം. ഇതെല്ലാം നമുക്ക് കവചം തരുന്നതാണ്. നാരായണ കവചം എന്താണ്? ഫിസിക്കൽ കവചമാണല്ല, ഭഗവാന്റെ നാരായണന്റെ ആരാണ് നാരായണ കവചം? ചൊല്ലുന്നത് വൃത്രാസുരനാ? ആരാണ്? അപ്പൊ അത് ചൊല്ലുമ്പോ നമുക്ക് സട്ടിൽ ലെയർ ആയിട്ടുള്ള ഒരു കവചം കിട്ടും, ഫിസിക്കൽ അല്ല. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടായിരിക്കും. നമ്മുടെ 12 സ്ഥലത്തും നാമം, അതായത് നാമം ചൊല്ലിയിട്ട് തിലക് വെക്കുമ്പോൾ 12 സ്ഥലത്തും നമുക്ക് പ്രൊട്ടക്ഷൻ ആണ്.
ഇതൊക്കെ മെയിനായിട്ടുള്ള സ്ഥലമാണ്. അതാണ് 12 തിലക് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഇപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ശരീരം അതിൻ്റെതായിട്ടുള്ള സമയത്ത് അത് ഡിണ്ടിളിയും, അതിന് അസുഖം വരും, അത് വിട്ടുപോവും. പക്ഷെ നമ്മുടെ കോൺഷ്യസ്നെസ് വിട്ടുപോവില്ല. ഈ നാമം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, സത്സംഗം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, ഭഗവത്ഗീത ഭാഗവതം പ്രൊട്ടക്ട് ചെയ്യും. ഇതെല്ലാം നമ്മളെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നോട്ട് ദ ബോഡി. പല ആൾക്കാർക്കും വിചാരിച്ചത് അറിയോ, നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നോ? ശരീരം അത് ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്, അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ജരാവ്യാധിയുണ്ട്, അസുഖമുണ്ട്. അതിനല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ഭക്തിയെ, അതാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോ ജഡഭരതന്റെ ആ സ്റ്റോറി, ഭരതന്റെ ശരീരത്തിലല്ല പ്രൊട്ടക്ട് ചെയ്ത്, ശരീരം മാനായി, പിന്നെ ജഡഭരതനായി, പക്ഷെ ഭക്തിയാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്ത്. ഗജേന്ദ്രന്റെ ശരീരത്തിനല്ല, ഇന്ദ്രദ്യുമ്ന മഹാരാജന്റെ ശരീരത്തിനല്ല പ്രൊട്ടക്ട് ചെയ്ത്, അത് ഗജേന്ദ്രനായി, പക്ഷെ ഭക്തി പ്രൊട്ടക്ട് ചെയ്തു ഭഗവാൻ, അല്ലേ? വൃതാസുരൻ ശരീരത്തിനല്ല, അസുരനായി, ശരീരത്തിനല്ല പ്രൊട്ടക്ട് ചെയ്ത്, ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ അല്ല. ഭക്തി, നമുക്ക് ഏത് ശരീരം കിട്ടിയാലും ഭക്തി ഒരിക്കലും കുറയുന്നില്ല, ആ ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ നമ്മളുടെ കവചം, നമ്മളിപ്പോ മായാലോക, നമ്മളിപ്പോ ഈ നന്നായിട്ട് ചാൻഡ് ചെയ്ത്, നല്ല സിൻസിയറായിട്ട് ചാൻഡ് ചെയ്തിട്ട് പുറത്തു പോകുമ്പോ, രാവിലെ പുറത്തു പോകുമ്പോ മായ വളരെ വളരെ അല്ലൂർ ചെയ്യും നമ്മളുടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യും. മോളിൽ പോവാണ്, പല ബിൽ ബോർഡ്സും കാണുക, പല നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലം കൂടെ കടന്നു പോണേ, അതൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. പക്ഷെ ഈ ചാൻഡിങ് ഉള്ളത് കൊണ്ട്, നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസ് കൊണ്ട് അതൊന്നും നമ്മൾ ഗൗനിക്കാണ്ട് നമ്മൾ നമ്മുടെ പണിയെടുത്ത് പോകും. അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, അവിടെ ഡാൻസ് നടന്നോട്ടെ, അവിടെ കൂത്ത് നടന്നോട്ടെ, അവിടെ സിനിമ നടന്നോട്ടെ, അവിടെ ക്ലബ് ഹൗസ് നടന്നോട്ടെ, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മളെ ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യാണ്. കാരണം നമ്മുടെ നാമം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ്. നമ്മൾ സിൻസിയറായിട്ട് നാമം ചൊല്ലുമ്പോൾ ഇങ്ങനെയായിട്ടുള്ള നെഗറ്റീവ് വൈബ്സ് ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ നമ്മൾ രാവിലെ നമ്മളുടെ ഈ സ്റ്റാൻഡിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു കവചം ധരിച്ചിട്ടാണ് പോകുന്നത്, നാമകവചം. ആ നാമകവചത്തിലൂടെ ഏത് അമ്പ എന്നാലും നമ്മളെ ബാധിക്കില്ല. സോ വി ആർ പ്രൊട്ടക്ടിങ്. അതാണ് പറയുന്നത് അവിടെ. ബട്ട് ഈവൻ ദോ ദ സോൾ ഇസ് ദ മാസ്റ്റർ ഓഫ് ദ ഇന്റലിജൻസ് ആൻഡ് മൈൻഡ്, senses also, still unless it is strengthened by the association of the Krishna with Krishna in Krishna consciousness, there is every chance of falling down due to the agitating mind. അപ്പൊ നമ്മളിത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം, നമ്മളുടെ ഇന്റലിജൻസും മൈൻഡും സെൻസസും. അത് എങ്ങനെ നമ്മൾ അസോസിയേഷനിലൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന് വഴങ്ങി കൊടുക്കും, അതിന്റെ വലയത്തിൽ പെടും. കാരണം നമ്മുടെ മൈൻഡ് അത്രയും ഫിക്കിളാണ്, അത്രയും അജിറ്റേറ്റിംഗ് ആണ്. മനസ്സാണ് സെൻട്രൽ ഇത്, അതാണ് കൾപ്രിറ്റ്. മനസ്സിനെ ഇന്റലിജൻസ് കൊണ്ട്, മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും എല്ലാം കമാൻഡും കൊടുക്കുന്നത്. അത് ചെയ്യേ, അവനെ കാണണ്ട, ഇവനെ കാണണ്ട, അവിടെ പോണ്ട, ഇവിടെ പോണ്ട, അത് ചെയ്യണ്ട. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? മനസ്സ്. ആ മനസ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ ഇന്റലിജൻസ് ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പൊ ഇന്നലെ ജയസാക്ഷി പ്രഭു പറയുന്ന പോലെ കണ്ടോ, അവൻ ഇന്നലെ കണ്ടപ്പോ എന്നെ ചിരിച്ചില്ല. ഇന്ന് നീ ചിരിക്കാൻ പാടില്ല കേട്ടോ, ഇന്ന് ചിരിക്കാൻ പാടില്ല. അവൻ ചിരിച്ചില്ലല്ലോ, ഇന്ന് ചിരിക്കാൻ പാടില്ല, മനസ്സിനോട് പറയും. അപ്പൊ മറ്റേ പറയും, ഓ ഇവൻ വന്ന് ചിരിക്കണം, ഞാനിതിനെ ചിരിക്കണം, അവൻ ആദ്യം ചിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ ഹരേ കൃഷ്ണ ആദ്യം പറയട്ടെ, ഞാനിതിന് ഹരേ കൃഷ്ണ പറയണം. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങും. അങ്ങനെ അത് വലിയൊരു കാര്യമാണ് മാറും. പിന്നെ അത് ശത്രുതയിൽ ചെന്ന് എത്തിക്കും. ഇതാണ് അപ്പൊ ഇതൊരു വളരെ നല്ല ശ്ലോകമാണ്. ജഡവസ്തു, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ഈ ഹൈറാർക്കി. അപ്പൊ ഇതിൽ രണ്ട് പ്രധാനപ്പെട്ടത് മനസ്സും ഇന്റലിജൻസും. ഇന്റലിജൻസ് മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങള് നമ്മുടെ ശരീരത്തിനെ ഭഗവാന്റെ സേവനയിൽ നിയുക്തമാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ
അതിൽ അസോസിയേഷൻ ഓഫ് ദി ഡിവോട്ടീസ്, നാമജപം, ഭഗവത്ഗീത, ഭാഗവതം വായനം, ഇതൊക്കെ നമ്മൾ നിത്യേന അങ്ങനെ ഉപാസിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ മനസ്സ് അജിറ്റേറ്റ് ആവില്ല. അപ്പൊ അതിന് ശരിക്ക് ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മവൈഹി ആത്മനോ ബന്ധുർ ആത്മൈവ ത്രിപുരാത്മന. അപ്പൊ മനസ്സിനെ കൊണ്ട് നമ്മളുടെ ആത്മാവിനെ ഉയർത്തണം. ആ മനസ്സ് ആത്മാവിനെ താഴേക്കിടല്ല വേണ്ടത്. അങ്ങനെയൊക്കെ ഒക്കെ റെഡിയാണ് പ്രഭു. പക്ഷെ ആ കൃഷ്ണ കോൺഷ്യസ് ഉണ്ടല്ലോ, നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കോൺഷ്യസിലിരിക്കാൻ പറ്റുന്നില്ല. അത് പ്രാക്ടീസ് കൂടെ നടക്കുള്ളൂ. ഓവർനൈറ്റ് നടക്കില്ല. ഒരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടോ നടന്നു വരില്ല. അത്രയും നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ജന്മത്തിൽ നടക്കും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എവിടെ നിർത്തി അവിടെ നിന്നാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ എവിടെ നിർത്തി കഴിഞ്ഞ ജന്മത്തിൽ അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ ഈ ജന്മത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും ഡിറ്റർമിനേഷൻ വേണം, നമുക്ക് അത്രയും ആ നിശ്ചയദാർഢ്യം വേണം. ഇത് എനിക്ക് ഈ ലൈഫ് ഞാൻ പാഴാക്കില്ല, ഇനി അടുത്തൊരു മനുഷ്യജന്മം കിട്ടുമോ കിട്ടില്ല എനിക്കറിയില്ല, അതുകൊണ്ട് ഈ മനുഷ്യജന്മം ഞാൻ ശരിക്കും ഉപയോഗിക്കട്ടെ ഭക്തിയില് എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈഫ് തന്നെ നടക്കും. അപ്പോൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പെർഫെക്റ്റ് ആവില്ല, ചിലപ്പോൾ 10 ദിവസം എടുക്കും, ചിലപ്പോൾ 10 മാസം എടുക്കും, ചിലപ്പോൾ 10 കൊല്ലം എടുക്കും. എങ്കിലും കണ്ടിന്യൂ ചെയ്യാം. അതാണ് നമ്മൾ വേണ്ടത്. വീണ്ടും വീണ്ടും ഹാമർ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുക തന്നെ, എന്തെങ്കിലും അടിക്കുക. അപ്പോ വേറെ എന്തൊക്കെ ചെയ്യണം പ്രഭു? ഈ ജന്മം തന്നെ പോണം, മതിയായി. ഇത് മനസ്സിലായാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. പ്രഭുപാദ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് ഇവിടെയുള്ള മിക്ക ആൾക്കാർക്കും അറിയുന്നില്ല നമ്മള് ദുഃഖാലയത്തിലാണെന്നുള്ളത്. എല്ലാവരും വിചാരിക്കുന്നത് സുഖാലയം എന്നാണ്. എല്ലാവരും വിചാരിക്കുന്നത് സുഖാലയമാണ്. ഈ ആരും അറിയുന്നില്ല ഇതിവിടെ ദുഃഖാലയമാണെന്ന്. ഈ ദുഃഖാലയം ആണെന്ന് മനസ്സിലാക്കി തന്നെ വലിയ കാര്യം. സോ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കിനി ജന്മം വേണം, എനിക്കിനി ആസ്വദിക്കണം, എനിക്ക് ജന്മം ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇന്നയാളുടെ മകനായിട്ട് ജനിക്കണം, മകളായിട്ട് ജനിക്കണം, അങ്ങനെ ആൾക്കാർ പറയുക. അപ്പൊ ഇവിടെ മടുത്തു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈൻ ദാറ്റ് വി ആർ പ്രോഗ്രസിങ്. അല്ല, ഇവിടെ സുഖം തേടി സുഖം കിട്ടുന്നുണ്ട്, ഇവിടെ എനിക്ക് പരമസുഖാണെന്ന് പറയുന്ന ആൾക്കാരെ സത്യാവസ്ഥ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. അപ്പൊ മാതാജി യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ശരിക്കുള്ള പാതയിലാണ് മാതാജി. അത് ഭഗവാൻ തന്നെയാണ് പ്രഭു. ഇനി ഒരു രക്ഷയില്ല. ഇനി പൂർണ്ണ ഇനി എന്താണ് ഈ ജന്മം തന്നെ ഇവിടെ നിന്ന് പോകണം. ഇനി ഒട്ടും ഇത്രയും മനസ്സിലാക്കിയില്ലേ? ഇതാണ് വലിയ കാര്യം. ഇത് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മംഗളമാതാജി എന്താ ചോദിക്കണം? ഒന്നുമില്ല, അല്ല, കൈ ഉയർത്തിയ ഞാന് കൃഷ്ണ ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഉണ്ടോ? ഇല്ല ഇപ്പൊ ഇല്ല. അല്ല പ്രഭു, ഞാനിപ്പോ സത്യം മനസ്സിലാക്കിയെന്ന് വെച്ചാല് വെറും നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 5-6 മാക്സിമം ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇല്ലാണ്ടാക്കില്ലേ ചെയ്യുന്നത്. നമുക്ക് പോകേണ്ട ഈ ഒരു അവസരം നമ്മൾ വെറും 5-6 പേര് ശരിക്കും നോക്കുകയാണെങ്കിൽ ഏറ്റവും അറ്റാച്ച്മെന്റ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ശരിക്കും നോക്കുകയാണെങ്കിൽ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജീവിതം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരിയായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നത് വെറും 5-6 പേർക്ക് വേണ്ടിയിട്ട് മാത്രം. അതിന് 5-6 നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ കടമ ചെയ്ത് മുന്നോട്ട് പോവാ. കൃഷ്ണാവബോധത്തിന് യാതൊരു ഡൈല്യൂഷൻ ചെയ്യാതെ, അതേ സമയത്ത് നമ്മൾ ഏത് വർണ്ണത്തിലാണ്, ഏത് ആശ്രമത്തിലാണ് ഇരിക്കുന്ന ആ ദൗത്യം നമ്മൾ അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ ചെയ്യാം. കംപ്ലീറ്റ് ഇനി നമ്മള് വേറോടെ നമ്മൾ തന്നെ കളയണം. അപ്പൊ ഡിറ്റാച്ച്മെന്റോടെ കർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം ഇച്ഛിച്ച് ചെയ്യുന്നത് കർമ്മം. കർമ്മം 2 തരത്തിലുണ്ട്: സകാമകർമ്മം, നിഷ്കാമകർമ്മം. ഓക്കെ,
സകാമ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലം ഇച്ഛിച്ച് ചെയ്യുന്നത്, ഭൗതിക തലത്തിലുള്ള ഫലങ്ങൾ ആഗ്രഹിച്ച് ചെയ്യുന്നത്. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നു, അതായത് നല്ലൊരു സേവനം ചെയ്യുന്നു, പക്ഷെ അതിന് യാതൊരു ഒന്നില്ല, കർമ്മം ഫലം ഇച്ഛിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ്. കർമ്മം സകാമ കർമ്മം വർക്ക് വിത്ത് അറ്റാച്ച്മെന്റ്, നിഷ്കാമ കർമ്മം വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ്. മറ്റേതെന്താ? ആദ്യത്തെ എന്താണ്? അറ്റാച്ച്മെന്റ്, ഇവിടെ ഡിറ്റാച്ച്മെന്റ്. ഭക്തി എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് ഡിവോഷൻ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ സകാമ കർമ്മം വർക്ക് വിത്ത് അറ്റാച്ച്മെന്റ്, അതിന്റെ റിസൾട്ടിന്. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ്, അതിന്റെ ഫലത്തിന്. ഭക്തി എന്ന് പറഞ്ഞാൽ, ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് ഡിവോഷൻ ടു ദ സുപ്രീം. അപ്പൊ നമ്മൾ ഭക്തി ചെയ്യേണ്ടത് വർക്ക് വിത്ത് ഡിവോഷൻ. ഈവൻ നിഷ്കാമകർമ്മം കംപ്ലീറ്റ് അല്ല, ഭഗവാന് സമർപ്പണം ചെയ്യുന്നില്ല, ഭഗവാനോട് ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അതെപ്പോഴാണ്? അപ്പൊ ഭക്തി ഈസ് അൾട്ടിമേറ്റ്. ഓക്കെ, അടുത്ത് 43. നമ്മളിന്ന് എത്ര ശ്ലോകം എടുത്തു? 1 or 2? ഒരു ശ്ലോകം പ്രഭുജി. ഒരു ശ്ലോകം എടുത്തുള്ളൂ. പക്ഷെ നല്ല ഡീറ്റെയിൽ ആയി പോയി. ഓക്കെ, 42 മാത്രം അല്ലേ? ആ. 42. അടുത്തത് 43. 43 മാർക്ക്. ഓക്കെ, ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे. हरि हरि बोल. हरे कृष्णा.